ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബാക്ക് ടു സ്കൂളാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലോണം വെറൈറ്റി ആയിട്ടാണ് ഗൈസ്. നമുക്ക് അപ്പോൾ സ്റ്റാൻഡൊക്കെ എടുത്ത് വെക്കാം. ഇപ്പം നമ്മൾ ബാഗ് എത്തിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു അടിപൊളി ബ്ലൂ കളർ ബാഗാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. വാ ഗൈസ്, നല്ല സൂപ്പർ എസ്തറ്റിക് ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ഇൻട്രസ്റ്റി ബാഗ് ഞാൻ നോക്കി വാങ്ങിയതാണ് ഗൈസ്. ഇങ്ങനെയുണ്ട് ഗൈസ്. നല്ല പിടിക്കാനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് നല്ല ഹൈറ്റ് എത്ര വെയിറ്റ് വേണമെങ്കിൽ വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ടാഗൊക്കെ ഞാൻ ഇതുവരെ പറിച്ച് കളഞ്ഞിട്ടില്ല. നമ്മൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അത് പിന്നെ ഉദ്ഘാടനം ചെയ്യാതെയാണ് ഗീസ് ഞാൻ സാധനമൊക്കെ തുറന്നു നോക്കുന്നത്. അത് പിന്നെ നമ്മുടെ ഓണർ എന്തുവാണെങ്കിൽ ചെയ്യാമല്ലോ, ഉദ്ഘാടനം ചെയ്യാതെ. ഉദ്ഘാടനം ചെയ്തിട്ട് മതിയല്ലേ ചെയ്യാൻ. അപ്പം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ബുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞു. ആ വീഡിയോ ഞാൻ കാണിച്ചു തരില്ല. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഗേസ്. ഞാനിപ്പോൾ പുറത്തൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി കാണാം ഇതൊക്കെയുള്ളത്. നമ്മളെ കുപ്പി ഞാൻ കാണിച്ചു തരാം. നല്ല ലിറ്ററിങ് കുപ്പികളാണ് ഗൈസ്. അതിൽ 8 മണി തൊട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ എടുക്കുന്നത് 9 മണി തൊട്ട്. 9 മണി തൊട്ട് ഞാൻ ഇത്രയും ഫുള്ള് ഫിനിഷ് ആക്കണം. 1 PM വരെ ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 1 PM വരെ ഫിനിഷ് ആക്കിയെന്ന് വെച്ചോ. പിന്നെ ഞാനിത് റീഫിൽ ചെയ്തിട്ട് അവിടെ റീഫിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ 3 PM വരെ ഞാൻ എത്തേണ്ട വരും. 3 PM വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ നോർമലാണ്. നമുക്കിങ്ങനെ വാട്ടർ പ്രൂഫ് നല്ല സൂപ്പർ എസ്തറ്റിക് ആണ് ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഞാൻ കൊളാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഫുള്ളൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റിക്കറൊക്കെ കാണിച്ചു തരാം. നമുക്ക് സ്റ്റിക്കർ ഉണ്ടല്ലോ, ടാറ്റാ അവിടെ ഇതാണ്ട് ഗുഡ് ലക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ നല്ല വിഷതായി നല്ല ബാക്ക് നിൽക്കാണ്. ഹായ് നല്ല ബണ്ണിക്കുട്ടി, വലിയ ബണ്ണി. അപ്പം ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. ചെറുതൊക്കെ കണ്ടോ ഗൈസ്. അവിടെ ഒരു മിനി ബണ്ണി നിങ്ങൾ കണ്ടോ? ഇതാണ് നമ്മൾ മിനി ബണ്ണി. പിന്നെ അതിൻ്റെ താഴെ തന്നെ ലോലിപോപ്പ് ഉണ്ട്. പിന്നെ ഗൈസ് നമുക്കൊരു 2 സ്റ്റാറുകൾ വരുന്നുണ്ട്, നക്ഷത്രങ്ങൾ. പിന്നെ നമുക്ക് ഗുഡ് ലക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കോയിനൊക്കെ മുകളിലുണ്ട്. പിന്നെ റാബിറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാപ്പി എന്നൊക്കെ എഴുതിയിട്ട് അവിടെ പൈസയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് വാങ്ങിയ പൈസയാണ് ഗൈസ്. അപ്പം നമുക്ക് കുപ്പിയൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഗൈസ്. സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. അപ്പം നമുക്ക് സാധനത്തൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു തരാം. നമ്മൾ നേരെ സ്റ്റാൻഡിൽ ഫോണൊക്കെ സ്റ്റാൻഡിൽ വെക്കാം ഗൈസ്. എന്ന് വൃത്തിയൊക്കെ ഇരിക്കട്ടെ ഗൈസ്. നമുക്കിനി ആദ്യം തന്നെ നമ്മുടെ പാൻറ്റ പൗച്ച് നമ്മൾ തുടങ്ങിയ ഗൈസ്. നല്ല ഉച്ചാരണമൊക്കെ കൊടുക്കണം. പാൻറ്റ പൗച്ചിനെ കഴിഞ്ഞ് പാൻറ്റ പൗച്ചാണ് ഗൈസ്. നമ്മൾ നെക്കി കഴിഞ്ഞാൽ 1 2 3 നെക്കി അത് ഓടിപ്പോയി ഗൈസ്. നെക്കിയാ തുറക്കുന്ന ഷാർപ്പ്നർ നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ നമുക്ക് അടയ്ക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തുറക്കാൻ പറ്റില്ല. നെക്കിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ വെറൈറ്റി. പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഗൈസ്, വൃത്തിയിൽ അടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും തുറന്നിട്ട് അടച്ചിട്ട് വേണം നമുക്ക് അടയ്ക്കാൻ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒന്നുമില്ല ഇതിനകത്ത്. ഇല്ലതാകപ്പാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽസ് വെക്കാം. ഇപ്പം നമുക്ക് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഷാർപ്പ്നർ വെക്കാൻ ഇല്ല, കുറച്ച് ഉള്ളിലോട്ടാക്കി തന്നിട്ടുണ്ട് അവർ. റേസറൊക്കെ വെക്കാം നമുക്ക്. എൻ്റെ ഡൗണറ്റ് റൈസർ കയറുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും തോലെ പറിച്ചിട്ട് നോക്കി നോക്കാം ഗൈസ്. നമുക്ക് ഡൗണറ്റ് റൈസറിൻ്റെ ക്രീം എടുത്ത് നോക്കാം. ക്രീം എടുത്തിട്ട് കയറ്റി വെക്കാം. ശരിക്കും അത് സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഞാൻ പോട്ടയിൽ വെച്ചിട്ടൊക്കെ വെച്ച് തന്നതാ ഗൈസ്. അപ്പം നമുക്ക് തോലങ്ങോട്ട് എടുത്ത് വെക്കാം. നമുക്കിനി അതിനകത്തിന് മെയിൻ സംഭവം നമുക്ക് കണ്ടേ. അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് ഇട്ടട്ടെ. ഓക്കെ യെസ്, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബോക്സിലോട്ട് കിടക്കാം. അവിടെ തന്നെ സർപ്രൈസ് ആയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. കാൽക്കുലേറ്റർ. നിങ്ങൾ കണ്ടില്ല ഗൈസ് എൻ്റെ കാൽക്കുലേറ്റർ? ഷോ ഗൈസ്, ഞാൻ ഡൗൺലോഡിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അടയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഡൗൺലോഡ് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റില്ല. അതാണ് കുഴപ്പം. അപ്പം നമുക്ക് അതൊന്നും സീനില്ല.
ഡോണറ്റ് വെച്ചിട്ട് അടയ്ക്കാൻ പറ്റിയാൽ മതി നമുക്ക്. അപ്പം നമുക്ക് ഇനി പോയിട്ട് ബാക്ക് സൈഡിൽ പോയി നോക്കാം. അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ഫുള്ള് മെയിനായിട്ട് ഞാൻ സ്കെയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ സ്കെയിൽ മാത്രമേ ഞാൻ സംഭവം വെച്ചിട്ടില്ലെങ്കിലും പക്ഷെ സാധനം അതിനകത്തൊന്നും കിട്ടൂല കേട്ടോ. കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ, അല്ല ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അതിനകത്ത് നമ്മളെ ഡൗണറ്റൊക്കെ റേസറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കാണിച്ചു തരുന്നില്ല ഗൈസ്. കാരണം കാൽക്കുലേറ്റർ നിങ്ങൾ കണ്ട അങ്ങനെ ആ ഒരു വിധത്തിൽ നിങ്ങൾ കണ്ടാൽ മതി. അധികം നിങ്ങൾ അങ്ങോട്ട് കാണണ്ട ഗൈസ്. അത് എൻ്റെ ഒരു ഉത്തരവിൽ നിങ്ങൾ ചെയ്താൽ മതി. കാണുന്നു ഗൈസ്. അപ്പം ഞാനതാണ്ട് ആ സാധനം ബാഗിൻ്റെ ഉള്ളിൽ കുത്തിക്കെട്ടി വെക്കാൻ പോകുന്നു ഗൈസ്. ഞാനത് ബാഗിൻ്റെ ഉള്ളിൽ കയറ്റിക്കിങ്ങനെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പം നിങ്ങളിപ്പോൾ എല്ലാവരോടും പാൻഡ ബായ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പാൻഡക്കുട്ടി പോവാണ്, ബായ് ഗൈസ്. ഇത് ഒറ്റൊരു പാൻഡ മാത്രമല്ല ഗൈസ്, ഇനി പാണ്ടകൾ വരുന്നുണ്ട്. പാണ്ടകളുടെ കളിയാട്ടമൊക്കെ വരാൻ പോകുന്നുണ്ട്. നമ്മൾ പെന്നുകളൊക്കെ ഉച്ചാരണം ചെയ്യും ഒരു നാള്. അപ്പം നമുക്ക് അടുത്ത സംഭവം ബോക്സാണ് ഗൈസ്, മിനി ബോക്സ്. ഇത് ബോക്സിൻ്റെ കളിയാട്ടാ അല്ലേ ഗൈസ്. ഇത് യൂണിക്കോൺ ബോക്സാണ് ഗൈസ്. ഇതിനകത്ത് 3 പെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അത് ബ്ലാക്ക് പെന്നാണ് ഗൈസ് ഞാൻ വെച്ചത്. അപ്പോൾ ഗൈസ് നമുക്ക് ബ്ലാക്ക് പെന്നിനകത്ത് വല്ലതും എഴുതി നോക്കാം. അതിൻ്റെ താഴത്തെ കള്ളി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കളർഫുൾ പെന്നുണ്ട് ഗൈസ്. നല്ല എസ്തറ്റിക്, ക്യൂട്ട്, കവായി, ഇൻട്രസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് പെന്നുകളാണ് അത്. അപ്പം നമുക്ക് കാണിച്ചു തന്ന പോലെ തന്നെ പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ബാക്കി ബ്ലൂ മിങ്കൊക്കെ വേറെ ഉണ്ട്. പക്ഷേ ഇതിനകത്തല്ല അത് വെച്ചത്. ഇതാ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ബ്ലൂ പർപ്പിൾ ഓക്കെ. അതിനകത്ത് വേറെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പോഴായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ബ്ലാക്ക് നോക്കാം. ഇത് നമ്മുടെ ബ്ലാക്ക് ടീംസ്, ഇത് നമ്മുടെ ബ്ലൂ ടീംസ്. അപ്പം നമുക്ക് ഇതൊക്കെ നമുക്ക് വെക്കാം. എൻ്റെ കേസ് നല്ല ഹാങ്ങിക്കൊക്കെ വരുന്നുണ്ട്. ഇതാണ് കേസ് നമ്മുടെ ക്രയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനമായിട്ടൊന്നും നിങ്ങൾ ഇതുവരെയായിട്ട് ക്രയോൺസ് ഒന്നും കണ്ട് കേസ്. അവിടെ ഐസ്ക്രീം കണ്ടോ, അത് നമ്മുടെ മാജിക് റേസറാണ് കേസ്. മാജിക് റേസർ ജാപ്പനീസ് മാജിക് റേസറാണ് കേസ്. അത് ജാപ്പനീസ് മാജിക് റേസർ. ആഹാ, ഷാർപ്പനറൊക്കെ പെട്ടോ എന്ന് പറഞ്ഞ് ചടിച്ചാടി പോയിട്ടുണ്ട്. അപ്പോൾ ജാപ്പനീസ് മാജിക് റേസറൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല. ഞാൻ എല്ലാം നല്ല വൃത്തിയിലൊക്കെ പാർട്ട് 2 കേസ്. ഞാൻ പാർട്ട് 2 നിങ്ങൾക്ക് തരാം എല്ലാ സാധനങ്ങളും. മിക്കവാറും ഇനി എനിക്ക് മടി പിടിച്ചിട്ട് ഞാൻ ഇനി പാർട്ട് 2 തരുന്നില്ല. നിങ്ങൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളി. നമുക്ക് ഇതാണ് ഗൈസ് നമ്മുടെ വീഡിയോ. ഇത്രയേ ഉള്ളൂ വീഡിയോ, നിങ്ങൾ വിചാരിക്കരുത്, ഇനിയുമുണ്ട് ഗൈസ്. നമുക്ക് അടുത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റി വെക്കണം. ബാഗിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റി വെക്കാൻ കുറച്ച് പണിയാണ്. കാരണം കുറേ സാധനങ്ങളാണ് ഞാൻ ഒറ്റ കയ്യിൽ ഇങ്ങോട്ട് പിടിച്ച് വെച്ചത്. അത് എനിക്ക് വെക്കാൻ വേണ്ടി ഭയങ്കര പണിയാണ്. ഇങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ വെറൈറ്റി പാട്. നമ്മൾ ഡൗണറ്റ് റേസറാണ് ഗൈസ് ഇപ്പോൾ പോയിരുന്നു. ഞാൻ എന്തായാലും പിന്നെ നമ്മുടെ ഐസ്ക്രീമിനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. താങ്ങല്ലേ, ഐസ്ക്രീമിന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്നു. ഷാർപ്നർ ഞാൻ കാണിച്ചു തന്നു. അത് ഞാൻ വെക്കാൻ വേണ്ടി ബായ് പറയാൻ വേണ്ടി തന്നതാട്ടോ. അല്ല അതെന്താ സാധനം എന്നൊന്നും പറയുന്നതല്ല. ടയർ റേസർ പോയി നമ്മളെ. അപ്പം നമുക്ക് ബാഗിനകത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്തോ ഒരു റേസർ കളർ പോയി ഗൈസ്. അതാണ് ഗൈസ് പോയത്, റേസറൊന്നുമല്ല. അപ്പം എന്തായാലും നമുക്ക് കുപ്പിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്, കുപ്പിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ ചോദിച്ചാൽ നമുക്ക് എന്താ ഇപ്പം പറയുക. ഇതെന്താ കാണാത്ത പണ്ടാണ്. കുപ്പി കഴിഞ്ഞ് ഭയങ്കര പണിയാണ് ഗൈസ്. അയ്യോ ഗൈസ്, നമ്മുടെ പ്ലഗ് ഒരുപ്പോയി ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ ബാഗ് കൊടുത്തിട്ട് സ്കൂളിൽ പോകാൻ പോവാണ്. അപ്പം ഞാൻ ഏതാണ്ട് സ്കൂളിൽ പോകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോവാം. ഞാനിതാണ്ട് ഇപ്പോഴേ സ്കൂളിൽ പോകുന്നുണ്ട്. ജൂൺ 2 സ്കൂൾ അവധിയാണ് എന്നാണ് ഞാൻ കേട്ട് വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കഥ ബുധമാണ്. അപ്പം നമുക്ക് അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഗൈസ് നമുക്കിനി എൻ്റെ ഒരു വെറൈറ്റി ഇന്നലെ ഞാൻ ചെയ്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രോയിങ് ആണ് ഗൈസ്. 3, 2, 1 ഒരു സൂപ്പർ എസ്തറ്റിക് ആയിട്ടുള്ളൊരു വിൻറ്റേജ് ഒന്നല്ല ഗൈസ്, നേച്ചർ ടൈപ്പിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓഷ്യനാണ് ഗൈസ്, ഓഷ്യനാണ് നമ്മുടെ സ്വന്തം ഓഷ്യനാണ് ഞാൻ ഉണ്ടാക്കിയ ഓഷ്യൻ. അതും നമ്മളെ എക്ലിക്ക് ഞാൻ ചെയ്തപ്പോൾ എക്ലിക്ക് തിന്നുപോയി.
പിന്നെ ഞാൻ ഫാബ്രിക് പെയിൻറ് എടുത്തു. ഫാബ്രിക് പെയിൻറ് ഒഴിയായിരുന്നു ഗൈസ്. അവസാനം എനിക്ക് കിട്ടി ഗൈസ്. ഇപ്പോൾ ബ്ലൂ മഴ ആയിപ്പോയി ഗൈസ്. ബ്ലൂ മഴ ആദ്യം ഞാൻ കറുപ്പ് പെയിൻറ് മഴയായി, പിന്നെ വള്ളമഴയായി, പിന്നെ ബ്ലൂ വന്നപ്പോഴാണ് ഗൈസ് സെറ്റായത്, ഓഷനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെ കളർ അങ്ങോട്ട് ബായ് പറയാമെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. അപ്പം വിചാരിച്ച പോലെ തന്നെ അത് നടന്നിട്ടില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.